സ്കൂൾ ബസ്സിലെ വിൻഡോ സീറ്റിനായി വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? മഴ പെയ്യുമ്പോൾ ജനലടക്കം പറഞ്ഞപ്പോൾ വിഷമിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ബാല്യകാലത്തേക്കുള്ളൊരു യാത്രയാണ്. നമ്മളിൽ പലർക്കും ഇന്ന് കാറും ബൈക്കും ഒക്കെ ഉണ്ട്. ചിലർ ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു യാത്രയെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് സ്കൂൾ ബസ് യാത്രയാണ്. സത്യം പറഞ്ഞാൽ സ്കൂളിലെ ക്ലാസ്സിനേക്കാൾ കൂടുതൽ ഓർമ്മകൾ ചിലപ്പോൾ ആ ബസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നതും എൻ്റെ സ്കൂൾ ബസ് യാത്രയെ കുറിച്ചിട്ടാണ്. ഈ വീഡിയോ കാണുന്ന സമയത്ത് ഐ എം ഡെഫിനറ്റ്ലി ഷുവർ ദാറ്റ് നിങ്ങൾക്കും നിങ്ങളുടെ സ്കൂൾ ബസ് യാത്രയെ കുറിച്ച് ഓർമ്മ വരും. ജൂൺ മാസം തുടങ്ങുമ്പോൾ തന്നെ ആ ഓർമ്മകൾ മനസ്സിലേക്ക് വരും. മഴയും പുതിയ പുസ്തകങ്ങളും പുതിയ യൂണിഫോമും, അതിലുപരി സ്കൂൾ ബസ്സും. രാവിലെ ബസ് വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ റോഡരികിൽ കാത്തു നിൽക്കും. ചിലപ്പോൾ മഴ പെയ്യുന്നുണ്ടാകും. പുതിയ കുടയും ബാഗും കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോൾ ബസ് ദൂരത്ത് നിന്ന് വരുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. ഒരു മഞ്ഞ ബസ് അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ ഒരാവേശമാണ്. കാരണം അന്ന് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം സ്കൂളിൽ എത്തുകയല്ലായിരുന്നു, ജനറൽ സീറ്റിൽ ഇരിക്കുക എന്നുള്ളതായിരുന്നു. അതെ, സ്കൂൾ ബസ്സിലുള്ള വിൻഡോ സീറ്റ്. ഇന്നത്തെ കുട്ടികൾ അത് കേൾക്കുമ്പോൾ ചിരി വരും. പക്ഷേ അന്ന് വിൻഡോ സീറ്റ് എന്ന് പറയുന്നത് ഒരു പൊസിഷൻ, ഒരു പദവി പോലെയായിരുന്നു. ബസ്സിൽ കയറിയ ഉടൻ തന്നെ ഓടിപ്പോയി ജനലരികിൽ ഇരിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ അതിനായി ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകും. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കും, ഇന്നലെ നീ ഇരുന്നില്ലേ, ഇതെൻ്റെ സീറ്റാണ്, ഇങ്ങനെ ചെറിയ ചെറിയ തർക്കങ്ങൾ. പക്ഷേ ആ വഴക്കുകളും ദേഷ്യങ്ങളും ഒന്നും പിന്നീടുണ്ടാവില്ല. ഒരു 5 മിനിറ്റിന് ശേഷം എല്ലാവരും വീണ്ടും സെയിം ഫ്രണ്ട്സായി മാറും. വിൻഡോ സീറ്റ് കിട്ടിയാൽ പിന്നെയുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ നമ്മുടെ ലോകം മുഴുവൻ ചലിക്കുന്ന പോലെ ഉണ്ടാകും. റോഡരികിലുള്ള വീടുകളും കടകളും വയലുകളും പിന്നെ മരങ്ങളും, അങ്ങനെ എല്ലാം നോക്കിയിരിക്കും. മഴക്കാലത്ത് അതിന് വേറൊരു ഭംഗിയായിരുന്നു. ജനൽച്ചിലൂടെ മഴത്തുള്ളികൾ ഒഴുകുന്ന നോക്കിയിരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ചിലപ്പോൾ ജനൽ തുറന്ന് മഴത്തുള്ളിയിൽ കയ്യിൽ വീഴാൻ അനുവദിക്കും. അപ്പോൾ പിന്നിൽ നിന്ന് ആരെങ്കിലും പറയും, ജനലടക്കൂ, മഴ അകത്തേക്ക് വരുന്നു, അങ്ങനെയൊക്കെ. മുൻസീലിരിക്കുന്നവർക്ക് മഴ നനയാൻ ഇഷ്ടമല്ല, ജനലിനരികിലിരിക്കുന്നവർക്ക് മഴ ആസ്വദിക്കണം. അങ്ങനെ ബസ്സിൽ ചെറിയ ചെറിയ അഭിപ്രായം വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ മഴ ശക്തമാകുമ്പോൾ കണ്ടക്ടറോ ടീച്ചറോ പറയും, എല്ലാ ജനലും അടയ്ക്കൂ. അപ്പോൾ മനസ്സിലൊരു ചെറിയ വിഷമം വരും. കാരണം പുറത്തുള്ള മഴ കാണാൻ പറ്റില്ലല്ലോ. ജനലടച്ചാലും മഴയുടെ ശബ്ദം കേൾക്കാം. ആ ശബ്ദം ഇന്നും മനസ്സിലുണ്ട്. ബസ്സിൻ്റെ മേൽക്കൂരയിൽ പതിക്കുന്ന മഴത്തുള്ളികളുടെ ശബ്ദവും ഇടയ്ക്ക് വരുന്ന തണുത്ത കാറ്റും, അവയെല്ലാം ഇന്നും ഓർമ്മകളിൽ ജീവിക്കുന്നു. സ്കൂൾ ബസ്സിലെ മറ്റൊരു വലിയ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടുകളാണ്. ഒരു കുട്ടി ഒരു പാട്ട് പാടിത്തുടങ്ങും, പിന്നെ മുഴുവൻ ബസ്സും ചേർന്ന് ആ പാട്ട് പാടും. ആർക്കും ശരിയായ ശ്രുതിയോ താളമോ ഒന്നും അറിയില്ല, പക്ഷേ എല്ലാവരും സന്തോഷത്തോടെ പാടും. ചിലപ്പോൾ അത് സിനിമാ പാട്ടുകളായിരിക്കും, ചിലപ്പോൾ ദേശഭക്തി ഗാനങ്ങളായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും പുതുതായി കേട്ട പാട്ടായിരിക്കും. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പാട്ടുകളുടെ ഭംഗി ശബ്ദത്തിലായിരുന്നില്ല, ഒരുമിച്ചിരുന്നതിലായിരുന്നു, അന്നത്തെ സൗഹൃദത്തിലായിരുന്നു. ചില ദിവസങ്ങളിൽ ബസ്സിൽ വളരെ ശാന്തമായി ഉണ്ടാവും, പ്രത്യേകിച്ച് പരീക്ഷാ ദിവസങ്ങളിൽ. സാധാരണ ദിവസങ്ങളിൽ സംസാരിക്കുന്ന കുട്ടികൾ പോലും അന്ന് പുസ്തകം തുറന്ന് നോക്കിയിരിക്കും. ആ നിശബ്ദതയ്ക്കൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. സ്കൂൾ ബസ് മുഴുവനായിട്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അത്രയും നാൾ ശബ്ദം കൊണ്ട് നിറഞ്ഞ സ്കൂൾ ബസ് പെട്ടെന്ന് സൈലൻ്റ് ആവും. ബസ് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും അവരവരുടേതായ ചിന്തകളിലായിരിക്കും. ചിലർ പഠിക്കുന്നുണ്ടാവും, ചിലർ പേടിക്കുന്നുണ്ടാവും പരീക്ഷേൻ്റെ ഇതിൽ, ചിലർ വിൻഡോയിലേക്ക് കൂടി പുറത്തു നോക്കുന്നുണ്ടാവും, ചിലർ ഒന്നും പറയാതെ സൈലൻ്റ് ആയിട്ടിരിക്കും. സ്കൂൾ ബസ് നമ്മളെ സ്കൂളിലേക്ക് മാത്രമല്ല കൊണ്ടുപോയിരുന്നത്, സൗഹൃദങ്ങളിലേക്കും കൊണ്ടുപോയിരുന്നു. പല നല്ല സുഹൃത്തുക്കളെയും ഞാൻ ആദ്യം പരിചയപ്പെട്ടത് ആ ബസ്സിലായിരുന്നു. ഒരുമിച്ചിരിക്കുക, സംസാരിക്കുക, ചിരിക്കുക, പാട്ട് പാടുക, ഇതെല്ലാം സൗഹൃദത്തെ കൂടുതൽ ശക്തമാക്കിയിരുന്നു. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് തിരികെ വരുന്ന യാത്രയും മറ്റൊരു ലോകമായിരുന്നു. രാവിലെ ഉണ്ടായിരുന്ന അച്ചടക്കം അപ്പോൾ കുറയും. എല്ലാവർക്കും
വിശപ്പും ക്ഷീണവും ഒക്കെ ആയിരിക്കും. പക്ഷേ സന്തോഷം കൂടുതലായിരിക്കും. ആ ദിവസത്തെ സംഭവങ്ങൾ പങ്കുവെക്കും. ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ, ക്ലാസ്സിൽ നടന്ന തമാശകൾ, കളിച്ച മത്സരങ്ങൾ എല്ലാം സംസാരിച്ചുകൊണ്ട് വീട്ടിലെത്തും. ചിലപ്പോൾ ബസ്സിലിരുന്ന് കണ്ട് മഴ നോക്കുമ്പോൾ വീട്ടിലെത്തണ്ട എന്ന് പോലും തോന്നിയിട്ടുണ്ട്. ആ യാത്ര കുറച്ചുകൂടി നീണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് ജീവിതം വളരെ വേഗത്തിലാണ്. ഓരോരുത്തരും സ്വന്തം യാത്രകളിലും തിരക്കിലുമാണ്. പക്ഷേ ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ റോഡിലൂടെ ഒരു സ്കൂൾ ബസ് പോകുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സ് അറിയാതെ പഴയ കാലത്തേക്ക് പോകും. ജനറൽ സീറ്റിനായുള്ള വഴക്കുകളും മഴത്തുള്ളികളും സൗഹൃദങ്ങളും പാട്ടുകളും പരീക്ഷാ ദിവസങ്ങളും അവയെല്ലാം വീണ്ടും ഓർമ്മയിലേക്ക് വരും. ജീവിതത്തിൽ വലിയ സംഭവങ്ങൾ മാത്രമല്ല ഓർമ്മയായി നിൽക്കുന്നത്, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നിമിഷങ്ങളും നമ്മളെ ഏറ്റവും കൂടുതൽ പിന്തുടരും. അതുകൊണ്ടാവാം ഇന്നും സ്കൂൾ ബസ് യാത്രകളെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലൊരു പുഞ്ചിരി വരുന്നത്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള സ്കൂൾ ബസ് യാത്രകളുടെ ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടോ? വിൻഡോ സീറ്റിനായിട്ടുള്ള വഴക്കുകളൊക്കെ, സുഹൃത്തുക്കളോടൊപ്പം പാട്ട് പാടിയിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ എഴുതാൻ മറക്കരുത്. കാരണം ചില ഓർമ്മകൾ ഓർത്ത് വെക്കുമ്പോൾ മാത്രമല്ല, അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി കൂടുന്നത്. നാളെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കൂളിലെ ഏറ്റവും സന്തോഷകരമായ സമയങ്ങളിലൊന്നായ ഉച്ചഭക്ഷണ ഇടവേളകളെക്കുറിച്ചാണ്. ലഞ്ച് ബ്രേക്സ്, ടിഫിൻ ബോക്സ് തുറക്കുന്ന ആ ഒരു നിമിഷം, കൂട്ടുകാരുമായി ഭക്ഷണം പങ്കിട്ട ആ ഒരു ഓർമ്മകളും, ബെല്ലടിക്കാൻ വേണ്ടി ലഞ്ച് ബ്രേക്കിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങളും. അതുകൊണ്ട് ആ വീഡിയോ തീർച്ചയായും കാണാൻ മറക്കരുത്. ആ വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.